വരുമ്പോ ഒരു കുഴപ്പമില്ല. അതാണ് നല്ല ശൗചാലയം ഉണ്ട് ഇവിടെ. കടലിൽ നിന്ന് മാത്രം പറ്റൂല്ല. ഒറ്റ മൈൻഡല്ലേ മുമ്പ് ഇതാ തോന്നിയായിരിക്കും നടക്കാനല്ലേ ഞങ്ങൾ വളർത്തിണ്ടാക്കിയത്. ഇന്നലെ രാത്രി 11 മണിക്ക് കേറി കൂടിയ ചന്തിയൊക്കെ ഉറച്ചിക്കണ്. വണ്ടിയിലെ ഗാംഭീര്യം നോക്ക്. അടുത്ത വണ്ടിന്റെ എക്സോസ്റ്റ് ഇത് കൊടുക്കണം കേട്ടോ. തൊപ്പിന്റെ വണ്ടിയുണ്ട്, തൊപ്പിനൊന്ന് കാണാം. ഈ ഒരു വണ്ടിയാണല്ലോ എത്ര ഒരു എക്കോ സ്പോട്ടല്ലേ കിടക്കണേ. ഒരു ദൂരല്ല, ആകെ 140 കിലോമീറ്റർ 150 കിലോമീറ്റർ. സർപ്രൈസ് നോക്കാണ്ട് നാട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അടിച്ചു നോക്കിയാ. കുടുംബശ്രീ ഹോട്ടലിൽ ഒരു മുട്ടക്കറി ചായ 80 രൂപ. അത് 80 രൂപയ്ക്ക് സാധനം നിന്നാൽ 80 രൂപയുടെ ശക്തി കൊണ്ട് ഇപ്പോഴും പറഞ്ഞു ട്രെയിനിൽ പോരാന്ന്. നിങ്ങള് ബൈക്ക് ഒറ്റ മൈൻഡ് വന്നില്ലേ സൈഡ്. എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? ഒറ്റ മൈൻഡില് എങ്ങോട്ടോന്ന് അറിയാതെ എങ്ങോട്ടോന്ന് പോവാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ തരാം ഗൈസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഇവിടെ എത്തുന്ന അറിയില്ല, അതിനോണ്ടാണ് കറക്റ്റ് സ്ഥലം പറയാത്തത്. വൈകില് നമ്മള് കണ്ണം കാഴ്ച കണ്ട് വണ്ടിയിലെ ഗാംഭീര്യം നോക്കി. സാധനം സൈലൻസർ എക്സോസ് ഇങ്ങോട്ടൊന്ന് കേട്ടോ ഗൈസ്. പുട്ടുംകുറ്റി അടുത്ത വണ്ടിന്റെ എക്സോസ്റ്റ്. ഇവിടെ ഇതിന്റെ പുട്ടുംകുറ്റിയുടെ കാണാലോ. ഇത് കൊടുക്കണം കേട്ടോ. അടുത്ത് അങ്ങനെ മുതലായില്ലേ, തുടക്കം തന്നെ മുതലായില്ലേ. നമ്മളെ ഗംഭീരൻ പോണതൊക്കെ ഇവ മോഡ് നല്ല സൈഡിലാട്ടോ. അത് അത്ര മുമ്പില്ല, സെറ്റാട്ടോ. പൊട്ടിക്കാനൊരു മൂട് കഴിച്ചു പോവാണ്. അടുത്ത കാഴ്ചയിൽ വരെ കഴിച്ചു. നല്ല നല്ല കാഴ്ചകൾ എത്ര കാണാതിരിക്കണേ. നമ്മള് കോട്ടൊക്കെ ഇട്ട് ഭുജാളന്മാര് വന്നപ്പോ മഴ വേറുക പോണെങ്കില് നമ്മള് തൊപ്പിന്റെ വണ്ടി വീണ്ടും കണ്ടിരിക്കുന്നത്. തൊപ്പിയാണ് അതിന്റെ ഉള്ളില്. നമുക്ക് തൊപ്പിനൊന്ന് കാണാം. പാട അതിന് കണ്ടിട്ട് പാവം തോന്നുന്നു. ഉറങ്ങിയില്ല. ശരിയല്ലേ ഹസ്ബൻഡ് വരും ഞാനാണ്. യാത്രയുടെ തുടക്കം തന്നെ വളരെ ഹാപ്പി ആയിക്കൊണ്ടിരിക്കണേ. നമുക്ക് നോക്കാം ഞാൻ അങ്ങോട്ട് എന്തൊക്കെ കാണാൻ കഴിയും. അപകടം നടന്ന സ്ഥലാട്ടോ ട്രക്കിന്റെ. ഈ ഒരു വണ്ടിയാണല്ലോ എത്ര വണ്ടിയാളെ നോക്കിയത്. ഈ വണ്ടിയല്ലേ ഒരു എക്കോ സ്പോട്ടല്ലേ കിടക്കിന്. ആയിന് ആ ഒരു കാഴ്ചയും കണ്ടിരിക്കാണ്. ഇതൊരു 100 കഴിഞ്ഞിട്ട് നിർത്താനുള്ള പ്ലാൻ എനിക്ക് കഴിച്ചു. ഇവിടെ ചായ കിട്ടും നോക്കട്ടെ. അപ്പൊ ക്യാൻസൽ ആക്കി കഴിച്ചു. കുറച്ചുകൂടി പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. വണ്ടിയുടെ സീറ്റ് ഒക്കെ കഴിക്കാ കമ്പി പോയി. എത്ര ലോങ്ങാ പോകുന്നറിയോ. ഇനിയുണ്ട് 90 കിലോമീറ്റർ. ചായ കടന്നപ്പോ അവിടെ എത്തിയിട്ട് ചായ കുടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിന്. അവിടെ എത്തിയിട്ട് ചായ കുടിക്കണ്ടേ മുമ്പേ നമുക്ക് ത്രാണി കെട്ട്. നല്ല ചൂടുള്ള ഓർലിക്സ് ഗൈസ്. നമ്മൾ എപ്പോ പോന്ന വെച്ചിട്ടാ 4 മണി ഗൈസ്. ഞങ്ങൾ റണ്ണിങ്ങിലാണ്. നമ്മൾ വിചാരിച്ച വരെ ആ സ്ഥലത്ത് എത്തിയിട്ടുള്ളെങ്കിൽ തിരിച്ചു നോക്കി അല്ലേ. ഒരു ദൂരല്ല, ആകെ 140 കിലോമീറ്റർ 150 കിലോമീറ്റർ. ഗൈസ് നിങ്ങൾക്ക് ഇപ്പോഴും എങ്ങോട്ടാ പോണറിയല്ലോ. അവിടെ എത്തിയിട്ട് പറയാം ഗൈസ്. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ രാത്രി 11 മണിക്ക് കേറി കൂടിയ ചന്തിയൊക്കെ ഉറച്ചിക്കണ്. നമ്മള് ഫോർട്ട് കൊച്ചിയിലാണ്. സൈഡാവണല്ലേ. ഇത്ര ഉറങ്ങിയിട്ടൊക്കെ പോയ പോരെ. വണ്ടിന്നൊക്കെ കോലത്താണ് മുക്കി എടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാവും ഗൈസ്. ഒറ്റ മൈൻഡിൽ ഇറങ്ങിയ ഡ്രസ് ഇട്ടാണൊക്കെ ഞാനടക്കം കോട്ടിന് വെള്ളത്തിലാട്ടോ. ഒരു ചീത്ത കേൾക്കുന്നതാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്ന നാട്ടിന്ന്. പകലായി ഇപ്പൊ എത്തിയപ്പോ മോർണിംഗ് ലൈഫ് ആയി ഗൈസ്. വേറൊരു സർപ്രൈസ് നോക്കണ്ടേ. നാട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അടിച്ചു നോക്കിയാ. ഇങ്ങോട്ടൊക്കെ വന്നത് ഞമ്മക്കറിയുള്ളൂ. 100 വലിയ കുഴപ്പമില്ലേ. അവിടുന്ന് ഇങ്ങോട്ട് 150 കിലോമീറ്റർ ഉള്ള കാര്യമുണ്ട്. പക്ഷെ ഒരു 200 കിലോമീറ്റർ നമ്മൾ ഓടി ഉണ്ടാവും കേട്ടോ അല്ലേ. അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ മൈൻഡ് ഗൈസ്. ഒറ്റ മൈൻഡ് കാരണം ഇതാണ് ഗൈസ്. പകലായി തുടങ്ങി ഗൈസ്. ഇത്തതോടെ കിടന്നുറങ്ങണേ. നിങ്ങളൊന്ന് കണ്ണ് മാളാന്ന് പോയി മഴ പ്ലാൻ കിട്ടും. മോർണിംഗ് കഴിക്കാം. എല്ലാരും നടക്കാൻ ഇറങ്ങിയില്ലേ.
ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കുകയാണ് ഗൈസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ലൊരു കുടുംബശ്രീ വേണ്ട ലാഭയില്ലേ പറയും മുട്ടക്കറിയും വെള്ളപ്പത്തിനെ കുറിച്ച് പറയും. 4 വെള്ളപ്പം, ആയി 4 വെള്ളപ്പം, ഒരു മുട്ട, ഒരു മുട്ടക്കറി. എത്ര? 80 റുപ്യ. ഒരു ചായ 80 റുപ്യ. അത് എവിടെ സ്ഥലം പറഞ്ഞോൾക്ക് കോട്ട് വെച്ചില്ലേ പോട്ട് വെച്ചതാ. 80 റുപ്യക്ക് സാധനം നിന്നാൽ 80 റുപ്യന്റെ ശക്തി കൊണ്ട് 80 റുപ്യന്റെ മുട്ടന്റെ സത്യം, മുട്ടന്റെ പവർ. കണ്ടോ കഴിഞ്ഞിറങ്ങണേ എന്തോ ഒരു കഷ്ടാണ്. 80 റുപ്യക്ക് വെറുതെ കിട്ടിയപ്പോ 2 മുട്ട കണ്ട് തിന്നതാ. ഇപ്പൊ മുട്ടന്റെ സത്യ ഫുള്ള് അവിടെ കൊണ്ടുപോയി തീർത്തേ. അപ്പോഴും പറഞ്ഞു ട്രെയിനിൽ പോരാന്ന്. അപ്പൊ നിങ്ങള് ബൈക്ക് ഒറ്റമൈൻഡിൽ വന്നില്ലേ സൈഡ് നല്ലൊരു ഊണ് കഴിച്ചതിന് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിക്ക് വന്നാണ് കഴിച്ച്. ഇവിടെ തന്നെ മയത്ത് ബേർത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന് പുല്ലിന്റെ ഇടയിലൊക്കെ കഴിച്ച് ഒരു കപ്പലിൽ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാം. പറയൂ. നല്ല ശൗചാലയം ഉണ്ട് ഇവിടെ. അതന്നെ ഒക്കെ ഉണ്ട്. കേടാണ്. 2 പൂട്ടിട്ട് കേടാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ എന്തിനാണ് കാണാനാണ് വെച്ചേ. ഞങ്ങൾ കടലിലേക്ക് നിന്ന് മാത്രം പറ്റൂല്ല. അതുപോലെ കേട്ടിട്ട് ഞങ്ങൾ 10-5 കൊടുത്താലേ മൂത്രയിച്ചുണ്ട് പോയി. അതാണ് ഈ തണുപ്പും പാടായിട്ട് അധികാരികളെ കണ്ണിൽ നിർത്തണം. പൈസ കൊടുത്തൊരു ബാത്റൂം കയറിയതാട്ടോ. ഇതൊന്നല്ല കുഴപ്പം. ഈ നോക്ക് പോണ ആൾക്കാർക്കൊക്കെ നേടി നോക്കാനുണ്ട് പറഞ്ഞ്. നമ്മളെ യാത്രയെ കുറിച്ച് 2 വാക്ക്. 150 കിലോമീറ്ററിന് മേലക്കാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചണ്ട. 2 വീലർ തരരുത്. 2 വീലർ ഏത് പറ്റും? എക്സ്പ്രസ് അങ്ങനത്തെ പറ്റും. അല്ലാതെ ജൂപ്പിറ്ററും സംഭവത്തില് വരുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളൊന്നും തടസ്സമൊന്നുമില്ല. മഴ ഒന്നും തടസ്സമില്ല. വരുമ്പോ നൈസായിട്ട് വന്നു. മെമ്മറീസ് അല്ലേ ഏതെങ്കിലും കിട്ടുള്ളൂ. പറഞ്ഞിട്ട് രാവിലെ ഇവിടെ എത്തലും 6 മണിക്ക് ഇവിടെ എത്തി. മഴന്ന് പറഞ്ഞാൽ നിൽക്കാം. ഇവിടെ എത്തിയതിനെ ചേട്ടാ മഴ തുടങ്ങി. ഒന്നും ഒരു തടസ്സമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. എന്നാൽ സ്വന്തം വണ്ടിക്ക് വരില്ലാണ് അതിന്റെ ഒരു ഇത്. വണ്ടി ഒന്നും എടുത്ത് പോരാൻ നിൽക്കണ്ട ആരും. ഒറ്റമൈൻഡിൽ വന്നാൽ നമ്മള് ഈ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ എവിടെയെങ്കിലും കാഴ്ചകൾ കാണുമ്പോൾ വരാട്ടാ. ഗൈസ് നീണ്ട യാത്രയ്ക്ക് ശേഷം വീണ്ടും വണ്ടി സ്റ്റോപ്പാക്കി നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. ഇതെന്താ പരിപാടി? ഗൈസ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഒറ്റമൈൻഡ് യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ലൈഫിൽ ആദ്യമായിട്ടാണ് ലോങ് ഞാൻ ബൈക്കമ്മിൽ പോണ്. വളരെ ഹാപ്പിയാണ് ഗൈസ്. ദൂരൊക്കെ വേനെടുക്കുന്നുണ്ട്, എന്നാലും ചില്ലായിട്ട് പോയി വന്നിരിക്കുകയാണ്. അവിടെ എത്തുന്നുള്ള ഒരു ഉറപ്പില്ല. അതിനോടാണ് അങ്ങോട്ടാ പോണെന്ന് പറഞ്ഞ് എല്ലാവരും ലൈക്ക് അടിക്കാം. ഡ്രീം ഇറ്റ് ഡു ഇറ്റ്. ബൈ ഗൈസ്. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? എന്ത് തെറ്റാണോ? തോന്നിയാസി നടക്കണേ പിന്നെ തെറ്റല്ല പിന്നെ എന്താ പിന്നെ തോന്നിയാസി പറഞ്ഞ ജില്ലയിൽ നടക്കണത് ഒറ്റ മൈൻഡല്ലേ മുമ്പ്. ഇതാ ഒറ്റ മൈൻഡ് നിങ്ങൾ തോന്നിയായിരിക്കും നടക്കാനല്ലേ ഞങ്ങളെ വളർത്തിയിട്ടാക്കിയത്. എന്നെ ഇവിടുത്തെ പുറത്താക്കിയത് പോയിക്കോ ഓടിക്കാച്ചാ വേണം പോയിക്കോ പറഞ്ഞ ജില്ലയും കേൾക്കാണ്ട് നടക്ക്. ഇവിടെ സ്ഥാനമില്ല. പോയിക്കാത്ത കുട്ടികളെ പിന്നെ പുറത്താക്കിയല്ല പിന്നെ എന്താ വേണ്ടത്? എന്തായാലും ഞാൻ പോവാ.